കടുത്ത നിലപാടെടുക്കുമെന്ന് അറിയിച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ LDF ആരും ശ്രമിച്ചില്ല എന്ന് മുസ്ലിം ലീഗിലേക്ക് കഴിഞ്ഞ ദിവസം ചേക്കേറിയ കാരാട്ട് റസാഖ് 24 പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കൊടുവള്ളിയിലെ വികസന പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ ഒഴിവായി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. LDF ഒരു തീരുമാനമാകാത്തതുകൊണ്ടാണ് ലീഗിലേക്ക് മടങ്ങിപ്പോയെന്നും കാരാട്ട് റസാഖ്. കാരാട്ട് റസാഖാണ് ഇപ്പോൾ 24 ചേരുന്നത്. നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് വന്നൊരു അനുഭവമാണെന്ന് പറയുന്നു. അപ്പോൾ അത്രമാത്രം വലിയ അനുഭവങ്ങളായിരുന്നോ ഇടതുപക്ഷത്തിൽ നിന്നും നേരിട്ടത്? ഞാൻ 5 വർഷക്കാലം MLA ആയ സമയത്ത് അവരുടെ കൂടെ സ്വർഗത്തിൽ തന്നെ ആയിരുന്നു. പിന്നീട് എന്നെ തോൽപ്പിച്ചത് CPM-ഉം ഇടതുപക്ഷത്തിൻ്റെ PTR അടക്കമുള്ള ചില ആളുകളാണ്. അതേ സംബന്ധിച്ച് ഞാൻ സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും പേരുകൾ പരാമർശിച്ചുകൊണ്ട് പരാതി കൊടുത്തെങ്കിലും ഒരു നടപടിയും അവർ സ്വീകരിച്ചിട്ടില്ല. പിന്നീട് വികസനങ്ങൾ ഈ ആളുകൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു. കൊടുവള്ളിയിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി കിഫ്ബി പദ്ധതിയിൽ നിന്നും 55 കോടി രൂപ കൊടുവള്ളിക്ക് കൊണ്ടുവന്നിട്ട് ആ പദ്ധതി അട്ടിമറിക്കുകയുണ്ടായി. അത് സ്വന്തക്കാരുടെയും ബന്ധുക്കാരുടെയും കുടുംബക്കാരുടെയും സ്ഥലം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ആളുകളൊക്കെ അതിന് തടസ്സമായി നിന്നിട്ടുള്ളത്. അതിന് ഇവർക്ക് ഈ കൊടുവള്ളിക്കാർക്ക് സഹായകരമായുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മന്ത്രി റിയാസാണ്. അദ്ദേഹം 1ാം പിണറായി സർക്കാരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ് അട്ടിമറിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഞാൻ പരാതി നൽകുകയും അത് പരിഹരിക്കാമെന്ന് എനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ നാളിതുവരെയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വക്കിലെത്തിയിട്ട് പോലും ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാനായിട്ട് പോലും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞു ഈ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നു. ആ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ വികസനം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പ്രധാനമായും ആരൊക്കെ ചേർന്നിട്ടാണ്? അല്ല, PTR റഹീമും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും, അതേപോലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും. ഇത് മാത്രമാണോ ഇതിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും വിട്ടുപോരാനുള്ള കാരണം? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ 2 കാര്യങ്ങളും പ്രധാനമായിട്ടും എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കാര്യമായിട്ട് ഈ മാറ്റത്തിന് കാരണം. എന്തായാലും ലീഗിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കാരാട്ട് റസാഖ്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.